നമ്മൾ പുറത്തു പോവാൻ വേണ്ടിട്ട് ഒരു കാര്യം എടുക്കാൻ പറ്റുള്ളൂ. സഫാരി ബീച്ച്. സഫാരി ബീച്ച്. നമുക്ക് സഫാരി പോവാം. ബീച്ച്. അങ്ങനെ അവധിയായി ഒരു 1 ഡേ ഔട്ടിങ് പോകാന്ന് വെച്ചു. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ സഫാരി പാർക്ക്. ഇവിടുന്ന് ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട്. പൊതുവെ സൂവിലൊക്കെ കണ്ടുവരുന്ന കൂട്ടിലിട്ട് വളർത്തി കാഴ്ചക്കായിട്ട് ഇങ്ങനെ ഒരുക്കി വെക്കുന്ന മൃഗങ്ങളെ അല്ലാതെ ഒരു വലിയ പ്രദേശത്ത് ഒരു പാർക്ക് തന്നെ നിർമ്മിച്ച് വളരെ സഞ്ചാര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന കുറച്ച് മൃഗങ്ങൾ, അവയെ കാണാം. പിന്നെ കുട്ടികൾക്കായിട്ട് കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ കാറ് കൊണ്ട് തന്നെ ഈ പാർക്കിനുള്ളിലൂടെ സഞ്ചരിക്കാം. ഇവിടെയുള്ള മൃഗങ്ങളെ നമ്മുടെ കാറിലിരുന്ന് തൊട്ടടുത്ത് കാണാൻ കഴിയുന്നു. ഏകദേശം 3 മണിക്കൂർ ഈ പാർക്കിനുള്ളിലൂടെ നമ്മുടെ വണ്ടിയിൽ സഞ്ചരിച്ച് കാഴ്ചകൾ കാണാം. മുമ്പോട്ട് പോകുന്തോറും ഓരോ മൃഗങ്ങളെയും കണ്ട് സഞ്ചരിക്കാം. പൊതുവെ സൂവിലൊക്കെ 1 or 2 ജിറാഫാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഒരുപാട് ജിറാഫിനെ കാണാൻ കഴിയും. ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി അവരുടെ തന്നെ സ്റ്റാഫുകൾ കാറിൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ കാണുന്ന പോലെ റോഡിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ജിറാഫിനെ വഴിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി അവരുടെ സ്റ്റാഫ് കാർ കൊണ്ട് വന്നിട്ട് മാറ്റുന്ന ഒരു ദൃശ്യമാണ്. അപ്പോൾ വേറൊരു ജിറാഫ് തൊട്ടടുത്തൂടെ ഒന്നാട് റോഡിലോട്ട് വീണ്ടും വരികയാണ്. നല്ല ഒരു ഭംഗിയുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ഫിലിപ്പീൻ പുള്ളിമാനുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മറ്റ് മാനുകളെയും കാണാം. ഇതൊരു വലിയ മല പോലുള്ള പാറയിൽ സിംഹത്തിൻ്റെ തല ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന ദൃശ്യമാണ്. ഇതൊരു വലിയ പാറക്കെട്ടാണിത്. നമ്മുടെ കാറ് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകും. എല്ലാ കാറുകളും ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ വലിയ പാറയിൽ സിംഹത്തിൻ്റെ രൂപം ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ വിശ്രമിക്കുന്ന കുറേ സിംഹങ്ങൾ. യാത്രയിലെല്ലാം അനൗൺസ്മെൻറ്റ് കേൾക്കാൻ കഴിയും. കാറിൻ്റെ വിൻഡോസ് അടയ്ക്കുക, അതുപോലെ സൺറൂഫ് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. പിന്നെ സൺറൂഫ് ഇല്ലാത്ത കാറുകൾക്കാണെങ്കിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അവിടെ. അങ്ങനെ ആ സിംഹങ്ങളുടെ എല്ലാം കാഴ്ച കണ്ട് മുന്നോട്ടുള്ള യാത്ര പിന്നെയും തുടരുകയാണ്. റൈനോയൊക്കെ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊരു വലുപ്പമാണ്. തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിശയിക്കാനില്ല. അത്രയും തൊലിക്കെട്ടിയിലെ ഒരു വലിയ റൈനോ. അതുപോലെ മറ്റു പല മൃഗങ്ങളെയും കാണാൻ കഴിയുന്നുണ്ട്. മാനുകളെ കണ്ടു, ഒട്ടകം, കടുവ, റൈനോ, അതുപോലെ സീബ്ര. അങ്ങനെ ഒരു ആനയുണ്ട്. ആനയുടെ കാര്യം എടുത്തു പറയുന്നില്ല. നമ്മളൊക്കെ കണ്ട ആനയല്ല ഇത്. ഒരു ഉണങ്ങിയ ആന. നമുക്ക് വല്ലോ പനമ്പട്ടയൊക്കെ കൊണ്ട് കൊടുത്ത് ശുശ്രൂഷിക്കാൻ തോന്നും. അത്രയും ക്ഷീണിതനായിട്ടുള്ള ആനയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. ഒരുപാട് ദൂരെ നിന്നും വരുന്നവർക്ക് ഇത് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു അനുഭവം. അങ്ങനെ ഒരു ദിവസം.